അതെ, ചപ്പാത്തി കൊണ്ടുവരുന്നില്ലേ? വരുന്നു. നീ ഇത് എന്ത് നോക്കി നിൽക്കുക? പോയി ചപ്പാത്തി ഉണ്ടാക്ക്. ശരി. നേഹ, ഞാൻ വീട്ടിൽ പോയി കഴിയുമ്പോഴോ നിന്റെ ഹൽവ റെഡിയാവാ? അതെ അമ്മേ, കറി എടുക്ക്, കഴിക്കമ്മേ. എനിക്ക് വേണ്ട വേണ്ട, വയറ് നിറഞ്ഞു, ഞാൻ നല്ലോണം കഴിച്ചു. കാര്യമില്ല. എന്തുപറ്റി അമ്മേ? ഒന്ന് കഴിക്കേ. വേണ്ട വേണ്ട, ഞാൻ ഇഷ്ടം പോലെ കഴിച്ചു. എന്നെ കൊണ്ട് പറ്റില്ല, നീ കഴിക്ക്, എനിക്കിത് മതി. എന്റെ വയറും നിറഞ്ഞല്ലോ. ഗൗരി, നീ വന്ന് കഴിക്ക്. ശരി. ഗൗരി, ഗൗരി, ആ, എന്താ നിക്കുന്നേ? ഇരിക്ക്. സൈനഡ്. ഇതാ എടുത്തോളൂ. നീ എവിടെ പോന്നു? ബാക്കി എല്ലാ ചെക്ക് സൈനഡ്. കഴിഞ്ഞ മാസമല്ലേ എന്നെ കൊണ്ട് 2 ചെക്ക് സൈൻ ചെയ്യിച്ചത്? അത് ഞാൻ ചോദിച്ചോ ഇപ്പൊ? സൈൻ ചെയ്. സൈൻ ചെയ്യാൻ. ശരി. എല്ലാ പാത്രം അവിടെ ഇവിടെ ആയിട്ട് കിടക്കുക. ഇതാ എടുത്തോളൂ. അല്ല അമ്മേ, എന്റെ പ്ലേറ്റ് അവിടെ ഉണ്ടായിരുന്നല്ലോ. അയ്യോ, നീ ഇനി ആഹാരം കഴിച്ചില്ലായിരുന്നോ? ഞാൻ വിചാരിച്ച എല്ലാരും കഴിച്ചു കാണുമെന്ന്. അതുകൊണ്ട് പ്ലേറ്റ് എല്ലാം ഞാൻ സിംഗിൾ കൊണ്ടിട്ടു, വെള്ളവും ഒഴിച്ചു വെച്ചു. നീ ഒരു കാര്യം ചെയ്, നിനക്ക് ഒരുപാട് വിശപ്പ് കാണുമല്ലോ, പെട്ടെന്നൊരു കറി ഉണ്ടാക്ക്. നല്ലോണം വിശപ്പ് കാണുമല്ലോ, 2-3 ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ചേക്ക്. ശരി ശരി, അപ്പൊ ഞാൻ പൊയ്ക്കോട്ടെ. ഇന്ന് എന്റെ ജന്മദിനമല്ലേ, ഇന്നും ഇങ്ങരുത് എവിടാ? അവന്റെ കൂട്ടുകാരപ്പോ എങ്ങോട്ടെങ്കിലും പോയി കാണും. വരും മോളെ. ഹലോ ചേച്ചി, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു സോ മച്ച്. മോളെ ഗൗരി, പിറന്നാൾ ആശംസകൾ മോളെ. താങ്ക് യു അമ്മേ. അമ്മ എന്നെ കൃത്യം 12 മണിക്ക് വിഷ് ചെയ്തല്ലോ. ചേച്ചി, അമ്മയെ ഞാനാ ഓർമ്മിപ്പിച്ചത്. ഞാൻ നോക്കാം, നീ സംസാരിക്കേ. ശരി അമ്മേ, പുള്ളി വന്നോന്ന് തോന്നുന്നു. ഞാൻ പിന്നെ വിളിക്കാട്ടോ. എന്നാ ശരി മോളെ. നമസ്കാരം ആന്റി. നമസ്കാരം. നിങ്ങളൊക്കെ? ഞങ്ങളിതേ കേക്ക് വാങ്ങിച്ചോണ്ട് വന്നിരിക്കുക. ഇന്ന് ഗൗരിയുടെ ജന്മദിനമല്ലേ? ഓ അതെ അതെ അതെ, അതേതായിരുന്നു. നന്നായി. അകത്തോട്ട് വരൂ, അകത്തോട്ട് വരൂ.
അല്ല, നിങ്ങളോ ഈ രാത്രിയിൽ വരേണ്ട എന്താ ആവശ്യമായിരുന്നു? ഞാൻ പറഞ്ഞതാ കേക്ക് സ്കൂളിൽ വെച്ച് കട്ട് ചെയ്താൽ മതിയെന്ന്. പക്ഷെ റോഷന പറഞ്ഞ നമുക്കൊരു സർപ്രൈസ് കൊടുക്കാന്ന്. എന്തുപറ്റി ഗൗരി? ഞങ്ങൾ വിചാരിച്ചു നിനക്കൊരു നല്ല സർപ്രൈസ് ആകുന്ന, നീ ഹാപ്പി ആവുന്ന കരുതിയത്. പക്ഷെ നിന്നെ കണ്ടിട്ട് ഞങ്ങൾ വന്നതിന് ശേഷം നീ ഡിസ്റ്റർബ്ഡ് ആയല്ലോ. ഇല്ലില്ല. അതൊക്കെ വിട്ടേക്ക്, അതൊക്കെ ഇരിക്കട്ടെ. നിങ്ങളുടെ വരവ് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇപ്പോ നിങ്ങളൊക്കെ ചേർന്ന് ഈ കേക്ക് വേഗം കട്ടേ. നമുക്ക് കേക്ക് കഴിച്ചിട്ട് വേഗം കിടന്നുറങ്ങാം. വേഗം കേക്ക് കട്ടേ. ശരി ആന്റി. Happy birthday to you. Happy birthday to you. Happy birthday to you, Gauri. അല്ല അതുൽ, നീ ഇങ്ങ് എത്തിയോ? ഹാ അതുൽ, ദേ വന്നല്ലോ. വാ മോനെ വാ, നീയും കൂടെ കേക്ക് കഴിക്കേ. ഇന്ന് ഗൗരിയുടെ ജന്മദിനമല്ലേ? ഹലോ. ഇവരെന്റെ കൂടെ സ്കൂളിലുള്ളവരാണ്. ഇത് നീതു, അത് റോഷൻ. നമസ്കാരം. രണ്ടുപേരും സയൻസ് ടീച്ചേഴ്സ് ആണ്. നിങ്ങളെ കാണാൻ പറ്റില്ല, ഒരുപാട് സന്തോഷം. അല്ല, സാർ ഇപ്പൊ എവിടെ ജോലി ചെയ്യുന്നത്? എന്ത്? ഇവിടെ നിന്നോട് പറഞ്ഞിട്ടില്ലേ? എന്താ ഗൗരി ഇത്? നീ പറഞ്ഞിട്ടില്ലേ ഇവരോട് ഞാൻ ഒരു പ്രൈവറ്റ് ട്രാൻസ്പോർട്ട് കമ്പനിയിൽ ചെറിയൊരു ജോലിയാ ചെയ്യുന്നതെന്ന്? ഓ, നാണക്കേടായിരിക്കും പറയാൻ. എങ്ങനെ പറയും എന്റെ ഭർത്താവ് ഒരു ചെറിയ ജോലിയാണ് ചെയ്യുന്നത്, ചെറിയ ആളാണെന്ന്? നോക്കൂ, ഇന്ന് എന്റെ ജന്മദിനമാണ്. ഇന്ന് ഇതൊന്നും വേണ്ട. അതിനെന്താ? എന്താ ഞാനെന്താ തെറ്റായിട്ടല്ല പറഞ്ഞോ? എന്റെ ഭാര്യയുടെ ബർത്ത്ഡേക്ക് എന്നേക്കാൾ മുൻപേ അവളുടെ ഫ്രണ്ട്സ് എല്ലാം വന്ന് എന്റെ വീട്ടിൽ കേക്ക് കട്ട് ചെയ്യുന്നു. വാ, എന്താ കഥ! എനിക്കങ്ങ് നന്നായിട്ട് ബോധിച്ചു. കേക്ക് വെട്ടല് മാത്രമല്ല, അതങ്ങ് വായി വെച്ചു കൊടുക്കുകയും ചെയ്യുന്നു. കൂടെന്റെ തള്ളയുണ്ടല്ലോ, അത് കണ്ട് കൈയടിക്കുന്നു. നന്നായി, വളരെ നന്നായിട്ട് നിങ്ങൾ ചെയ്തു. പിന്നെ എന്റെ ഭാര്യക്ക് എന്നെ ഒന്ന് കാത്തിരിക്കാൻ പറ്റത്തില്ല. കാര്യം എന്താ? മറ്റുള്ളവരോട് കൊഞ്ചിക്കൊഴയണ്ടേ? അവക്ക് അതാണ് ഇഷ്ടം. കൊള്ളാം, കലക്കി, സബാഷ്. എല്ലാരും ചേർന്ന് ആഘോഷിക്ക്. കേക്ക് എടുത്ത് കഴിക്ക്, വെട്ടിക്കഴിക്ക്, കേക്ക് വെട്ടി കഴിക്ക്. ഇന്ന് പണം സമ്പാദിക്കുന്ന ഭാര്യയുടെ ബർത്ത്ഡേ ആണ്. വൗ! ഹാപ്പി ബർത്ത്ഡേ ടു യു. നിങ്ങളെല്ലാരും ഞങ്ങളോട് ക്ഷമിക്കണം. ശരി, നിങ്ങൾ പൊയ്ക്കോളൂ. ആ ശരി. മോളെ ഗൗരി, നിന്റെ ബർത്ത്ഡേ ദിവസം ഞാൻ നിന്നോട് ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. നീ എന്തായാലും കേക്ക് വാങ്ങിയിട്ട് വന്നതല്ലേ. ഐ എം സോറി. ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ല. നോക്കൂ, ഇന്ന് സംഭവിച്ചു. ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു പെരുമാറ്റം ഉണ്ടാവരുത്, പ്ലീസ്. ഉണ്ടാവില്ല. നിങ്ങള് മുകളിലിരിക്കുന്നേ. ഇപ്പോ നമുക്ക് വീണ്ടും ഒന്നുകൂടെ കേക്ക് വെട്ടാം. അതിന് ആദ്യം കാൻഡിൽസ്. ഇനിയിപ്പോ നീ കാൻഡിൽ ഊതി അണയ്ക്ക്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ ഗൗരി. ഹാപ്പി ബർത്ത്ഡേ ടു അതെ, മതി. ഇതാ കേക്ക് കഴിക്ക്. അതിനെന്താ?
ഇനി കേക്ക് കഴിക്കാം. വേണ്ട, ആദ്യം നീയാണ് കഴിക്കേണ്ടത്. സൂപ്പർ. ഇനി ഒരു പീസ് ഞാൻ കട്ട് ചെയ്ത് നിന്റെ വായി വെച്ച് തരാം. വാത്ര. ഇത് കഴിഞ്ഞിട്ട് ഒരു പീസും കൂടി. ഈ പീസ് എന്റെ കൈ കൊണ്ട്. ഇത് ലാസ്റ്റാണ്. കഴിക്ക്. വേണ്ട. കഴിക്ക്. ഇത് നീ കഴിച്ചേ പറ്റൂ. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയോ? ആ, പിന്നെ അമ്മയ്ക്കുള്ളത്? അമ്മയ്ക്കുള്ള ആഹാരം മുറി തന്നെ വെച്ചിട്ടുണ്ട്. എനിക്ക് സ്കൂളിലേക്ക് ഇറങ്ങാൻ ലേറ്റായി, ഞാൻ ഇറങ്ങാം. ഒന്ന് ഇന്നേ. എന്തോന്നാ ഇത്? നീ എന്താ ഇട്ടേക്കുന്നേന്ന്? അതായത് പറഞ്ഞതിന്റെ അർത്ഥോ? ദേ ഇത് ഇത്രയും വലിയ കഴുത്തുണ്ടാക്കിയത് ആരെ കാണിക്കാനാടി? സ്കൂളിൽ പഠിപ്പിക്കാനാണോ പോകുന്നത് അതോ ശരീരം കാണിക്കാനോ? എന്ത് വർത്താനീ പറയുന്നേ? ഞാൻ ദിവസം സ്കൂളിലേക്ക് ഇങ്ങനെയാ പോകുന്നത്. സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സും ഇങ്ങനെ സാരിയും ബ്ലൗസും ഇട്ടിട്ട് തന്നെ വരുന്നത്. ഇതിൽ യാതൊരു പ്രശ്നവുമില്ല. വേറെ ആരെന്തൊക്കെ ചെയ്യുന്നെന്ന് എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട, മനസ്സിലായോ? അകത്ത് പോയി ഇത് മാറ്റിയിട്ട് വാ. ഇനി ഈ ബ്ലൗസ് ഇട്ടോണ്ട് നിന്നെ കാണരുത്. അല്ല, ഇതിനിപ്പോ എന്താ പ്രശ്നം? ചേടാ, എന്ത് പറ്റി മരുമോളെ? അവൻ അങ്ങനെ പറയുന്നെങ്കിൽ ബ്ലൗസ് അങ്ങ് മാറ്റിയേക്ക്. അന്നത്തെ കാലത്ത് ഇത്ര ഫാഷനൊന്നും ഇല്ലായിരുന്നു. അന്നത്തെ കാലത്ത് ബ്ലൗസ് എന്നൊക്കെ പറഞ്ഞാൽ ദേ ഇത്ര വരെ ഇതുവരെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴോ? അത് പോട്ടെ, സാരമില്ല. ഭർത്താവ് പറഞ്ഞ അനുസരിക്ക്. എങ്ങനെ കേൾക്കാതിരിക്കും? പറയുന്ന കേട്ടില്ലെങ്കിൽ പിന്നെ ഇവിടുന്ന് ഇവള് ജോലിക്ക് പോകത്തില്ല. എന്റെ ജോലി എങ്ങ് നിർത്തിച്ചേക്ക്. ഞാൻ സന്തോഷത്തോടുകൂടി വീട്ടിലിരുന്നോളാം. അല്ലെങ്കിൽ ഇന്നലെ നിങ്ങൾ കാട്ടിക്കൂട്ടി പെയ്ക്കൂത്ത്, ഇന്ന് സ്കൂളിൽ മൊത്തം അതായിരിക്കും സംസാരം. എന്റെ കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ എന്നെ അത്രത്തോളല്ലേ അപമാനിച്ചത്. ഇപ്പൊ എനിക്ക് തന്നെ സ്വയം സ്കൂളിൽ പോകാൻ തോന്നുന്നില്ല. ഇനി ഈ ബ്ലൗസിന്റെ കാര്യമാണെങ്കിൽ ഈ ബ്ലൗസിന് ഇപ്പൊ യാതൊരു പ്രശ്നമില്ല. നീ എന്താ ഉടക്കാൻ നിൽക്കാണോ? എന്നെ പഠിപ്പിക്കാണോ നീ? നീ എന്താ പറഞ്ഞേ? ഈ ബ്ലൗസിൽ പ്രശ്നമില്ലെന്നല്ലേ? ഒരു പ്രശ്നമില്ല. ഇപ്പൊ പ്രശ്നമായില്ലേ? പോയി മാറ്റിയിട്ട് വാ. മനസ്സിലാവുന്നില്ലേ? മാറ്റിയിട്ട് വരാൻ. പോ, മാറ്റിയിട്ട് വാ. പോ. എന്താണ് നീ ചെയ്യുന്നേ? അവളെ ജോലിക്ക് വിടാൻ പറ്റില്ലെന്ന് മാത്രം നീ പറയരുത്. നമ്മൾ ബാക്കിയുള്ളവരാ. മാസാമാസം നമ്മളെ തേടി കാശ് വരുന്നുണ്ട്. അമ്മ അതൊക്കെ ശരി തന്നെയാ. പക്ഷെ അവളുടെ വായിലെ വർത്താനം കേട്ടോ. എനിക്ക് തോന്നുന്നത് വേറെ എന്തോ കാരണമുണ്ട്. ഇങ്ങനെ പോയ ഇവളെന്റെ കയ്യിൽ നിന്ന് പോകുന്ന തോന്നേ. ഇപ്പോഴെങ്കിലും നീ ഒന്ന് സന്തോഷിക്കടാ. നീ പറഞ്ഞ കാര്യം അവൾ അനുസരിച്ചില്ലേ? ബ്ലൗസ് മാറ്റിട്ട് വന്നില്ലേ?